ഇപ്പൊ നമുക്കേ ഇന്ന് കുഞ്ഞിക്ക് അച്ചാർ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞു, മീനച്ചാർ. എന്നാൽ നമുക്ക് ഇന്ന് കുറച്ച് ഒരു 1.5 കിലോ ഉണ്ടായിരുന്നു, അത് കുറച്ചെടുത്ത് കറി വെച്ചായിരുന്നു. അതിന് ബാക്കി നമുക്ക് കുറച്ച് കേര മുറിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം, എന്നാൽ അച്ചാറിടാം. ഓക്കെ, ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മീനെല്ലാം ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇട്ട് കൊടുക്കും. കുഞ്ഞിക്ക് അറിയാവോ അച്ചാറിടാൻ എങ്ങനെയാന്ന്? ഇല്ല. കണ്ടുപിടിച്ചോണം, കുഞ്ഞിക്കുള്ളതായത്. നമുക്ക് മീനങ്ങോട്ടേ ചെറിയ മീൻ, നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടായിട്ടിരിക്കുന്നത്. അച്ചാറിന് ചെറിയ കഷ്ണമാണ് നല്ലത്. എണ്ണക്കകത്ത് കിടന്ന് നല്ലപോലെ വറുത്ത് ഉണങ്ങണം. ഒത്തിരി ഉണങ്ങണ്ട, എന്നാലും നല്ലപോലെ ഉണങ്ങണം, എന്നാലേ ടേസ്റ്റ് ആവത്തുള്ളൂ. അച്ചാറിന് ടേസ്റ്റ് വേണം. നമ്മുടെ മീനെല്ലാം വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഉണങ്ങി വരട്ടല്ലേ. മീൻ നല്ലപോലെ. ഇതൊക്കെ ഇപ്പോഴേ ഉണക്കാനിട്ടത് സീരിയൽ കാണാനാന്ന് എനിക്കറിയാം. 8 മണിക്കത്തെ. 8 മണിയായല്ലോ ഇപ്പം. 8 മണിയായി. ഞാനിപ്പോ ഞാൻ സീരിയൽ കാണാം. ഇതിട്ടടിച്ച് പോയാൽ സീരിയൽ കാണാൻ പറ്റുമോ? എന്നൊക്കെ പറയില്ല. ഞാൻ ഇത് വറുത്ത് കോരി ഇത് മീനച്ചാർ ഇട്ടിട്ടേ മാറുന്നുള്ളൂ ഇവിടുന്ന്. ഇവിടെ മീനേ ഇവിടെ കിടന്നേ മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇനി വേണ്ടുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കരിയേപ്പിലയും എല്ലാം കൂടെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കാം. മീൻ വറക്കാനിട്ടു. നീ ഇതിന് ചേർന്ന് വെളുത്തുള്ളി, ഇഞ്ചിയും കരിയേപ്പിലയൊക്കെ എടുക്കണ്ടേ? ഇതെല്ലാം കൂടെ എടുത്തോ. വെളുത്തുള്ളി ഒന്നും അവിടെ ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കിയിട്ടിട്ടേ ഇളക്കി തിരിച്ചിടാം. അമ്മ ഇതെന്നെ എടുക്കുവോ? ഞാൻ നാളെ ഇച്ചിരി ചക്കക്കുരു മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പൊളിച്ചരിഞ്ഞു വെക്കുവാണെങ്കിൽ രാവിലെ എളുപ്പമുണ്ടല്ലോ. ഇത് കഴിയാറായി, മതിയല്ലോ, കുറച്ച് മതിയല്ലോ. എനിക്കൊന്നും വേണ്ട. ആഹാ, നല്ല സൂപ്പറാ ചക്കക്കുരു മെഴുക്കുവരട്ടി വെച്ചാല്. നല്ല ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയാപ്പിലയും എല്ലാം കൂടി ഇട്ട് ഇച്ചിരി ഏലക്കായും പെരിഞ്ചീരകവും ഗ്രാമ്പും എല്ലാം കൂടെ ചതച്ച് ചേർത്ത് അടിപൊളിയായിട്ട് മെഴുക്കുവരട്ടി വെക്കാം. എന്നാ ഇച്ചിരി കഴിക്കാല്ലേ? നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇടണം. അടിപൊളിയാ. മൂത്തു. ഒരു ലേശം കൂടെ, 1 മിനിറ്റ് കൂടെ കിടക്കട്ടെ. ചില കഷ്ണങ്ങളൊക്കെ ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ട്. മീനേ കറക്റ്റിന് മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇത് തിന്നാൻ നല്ലപോലെ വെന്തു ഉണങ്ങി ഉണ്ടാവും. ഒരെണ്ണം തിന്നുന്നതിന് കുഴപ്പമില്ല. അതെ, തീരുന്നിടം വരെ തിന്നേക്കരുത്. ഞങ്ങൾക്ക് അച്ചാറിടാൻ വേണം. ഇത് തണുക്കുന്നതല്ല വിഷയം. ഇതങ്ങ് മാറ്റി വെച്ച് ഈ എണ്ണയ്ക്കകത്തോട്ട് വേണം ഇനി വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ മൂപ്പിച്ചെടുക്കാൻ. അച്ചാറിനെ വേണ്ടിയ ഇഞ്ചി, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, വെളുത്തുള്ളി, ചുവന്നുള്ളി 1 കഷ്ണം, കറിവേപ്പില, ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ കായവും ഉലുവാപ്പൊടിയും കൂടെ വേണം. അപ്പം മീൻ കറുത്തതിൻ്റെ ബാക്കിയേ എണ്ണ കുറേ ഉണ്ട്. ആ എണ്ണയ്ക്കകത്തോട്ട് നമ്മളിത് കടുക് മൂപ്പിക്കുന്നത്. പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലേ? 1 കഷ്ണം ഉള്ളി അരിഞ്ഞത്. ഉള്ളി അധികം വേണ്ട. പിന്നെ എണ്ണ ചേർക്കുന്നതിനുള്ളത് വന്നിട്ടൊന്നേ ഉള്ളൂ. നമ്മള് വെളിച്ചെണ്ണക്കകത്താ കേട്ടോ വെക്കുന്നേ. ഒത്തിരി ദിവസം വെച്ചേക്കാനില്ല, കുറച്ചല്ലേ ഉള്ളൂ. ഇത് വെച്ചേക്കും. ഇന്ന് തന്നെ തീരെ മിക്കവാറും. കുഞ്ഞ് പറഞ്ഞു വെച്ചിരിക്കുക, കുഞ്ഞ് ഇന്ന് തന്നെ തീർക്കുന്നത്. നീ അവന്മാരോട് പറഞ്ഞോ ഞങ്ങളിവിടെ മീനച്ചാറ് വെക്കുന്നുണ്ടെന്ന്?
ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി പച്ചമുളകും ഇട്ട് കൊടുത്ത് നമുക്ക് സെറ്റ് ആക്കാല്ലേ. പച്ചമുളകും ഇട്ടേക്കാം. സൂപ്പർ കരിവേപ്പിലയാ, ചെറുതാന്നേ ഉള്ളൂ. ഇതും കൂടെ അങ്ങോട്ടിടാം. പൊട്ടുന്നില്ല കേട്ടോ. അത് പൊട്ടും ഇപ്പൊ. ഇപ്പൊ പൊട്ടിക്കോളും, അതിന് വെള്ളമയം ഒന്നുമില്ല, അതുകൊണ്ടേ. തീയും ഞാൻ കുറച്ചിട്ടു, അതുകൊണ്ടാ പൊട്ടാത്ത എത്രയും. ഒരു ദിവസം മത്തി കുഞ്ഞി ഇവിടുന്ന് ഓടിയാലോന്ന് ഓർത്താ ഞാൻ. നല്ല മത്തി കിട്ടുമായിരുന്നു, കുറച്ച് മത്തി അച്ചാറിടായിരുന്നു. മത്തി അച്ചാറിട്ടാ നല്ലതാ. മത്തിയാ നല്ലത്. നല്ല നെയ്യുള്ള മത്തിയും കൂടെയാണ് ഏറ്റവും നല്ലതാ. കേരയാണ് നല്ലത്. അത് നിനക്ക് അത് മുള്ളില്ലാത്തോണ്ടല്ലേ നീ എങ്ങനെ പറയുന്നത്? മത്തി അച്ചാറിട്ടാ നല്ലതാണ് കൂട്ടാൻ. ഇന്ന് ഒത്തിരി മീൻ വണ്ടി വരുന്ന കേട്ടല്ലോ. ഞാനും കേട്ടില്ല. ഒത്തിരി വരുന്ന കേട്ടു. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പേടിച്ച് ഇനി തിന്നാൻ പറ്റത്തില്ല, വറുത്തമീനാണോ ഇടുന്നത്. അവിടെ ഇരിക്കുന്ന എടുത്ത് തിന്നെ, പെറുക്കി തിന്നെ. അതിപ്പോ ഇടും. അതിന് മുന്നേ ഒരു രണ്ടെണ്ണം കൂടെ തിന്നണം. അത് മതി തിന്നത്. ഇച്ചിരി കായം, ഉലുവാപ്പൊടി. കായം ഒന്ന് തുറന്നേരം വെച്ചേ. കായം തുറക്കണേ നമുക്ക് പോപ്പിയെ വിളിക്കണമെന്ന് തോന്നുന്നു. ഉലുവാപ്പൊടി കുറച്ച് മതി. കായം തുറക്കണമെങ്കിൽ കത്തി വേണം. കത്തി ഫ്രെയിം വിളിക്കട്ടെ. പോപ്പിയെ വിളിച്ചാലോ? ഈ കായത്തിന്റെ അടപ്പിന് നല്ല മുറുക്കമാണ്. കായം കിട്ടും. ഇനി കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് മതി. ലേശം മഞ്ഞപ്പൊടി കൊടുക്കാം. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാ ഞാൻ വറുത്തു. ആണോ? എന്നാ മതി. കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ പെരട്ടി വെച്ചാൽ തിരുമ്മിയതാ. നമ്മുടെ മീൻ ഇട്ട് കൊടുത്തു. മീൻ പെട്ടെന്ന് ഞങ്ങൾ പെറുക്കി ഇട്ടതാ, അല്ലെങ്കിൽ ചിലപ്പോ മീൻ അച്ചാറിടാൻ. അതെ, അച്ചാറിടാൻ കിട്ടുകയല്ല. ഇവിടെ വറുത്ത് കോരിയപ്പോ തൊട്ട് ഒരാള് പെറുക്ക് തുടങ്ങി. നീ അരപ്പും കൊണ്ട് നാളെ ചിലപ്പോ മീൻകറിയൊക്കെ വെക്കേണ്ടി വരും. കുറച്ചേ ഉള്ളല്ലേ? മീൻ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. വറുത്ത് ഉണങ്ങി വരുമ്പോഴത്തേന് മീന്റെ മുഴുപ്പൊക്കെ കുറഞ്ഞില്ലേ, കുഞ്ഞു കഷ്ണമായില്ലേ. അച്ചാറേ കറി പോലെ അല്ല കൂട്ടുന്നത്, അച്ചാറിൽ കുഞ്ഞിക്കുള്ളതാണ്. നമുക്കേ ഇനി ഇങ്ങനെ ഇളക്കി ഇതിപ്പോ എല്ലാം റെഡിയായി. ഇനി നമുക്കിത് തണുത്ത് കഴിയുമ്പോഴേ ഇതിനകത്തോട്ട് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കണം. അത് നമുക്ക് നല്ല കള്ളിന്റെ വിനാഗിരി വെച്ചിട്ടുണ്ട്. ഇനി തണുത്ത് കഴിഞ്ഞെടുക്കാം. മീന് നല്ലപോലെ ഉപ്പ് ചേർത്താ വറുത്തെങ്കിൽ ആ മുളക് പൊടി ഇട്ടില്ലേ, പൊടികൾ ഇട്ടതിന് ചേരാനുള്ള ഒരു ശകല ഉപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നീരൊഴിക്കാം. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ദിവസം വെച്ചേക്കുന്നില്ല ഇത്. ഉപ്പ് നീരൊഴിച്ചാലും കുഴപ്പമില്ല. നിനക്ക് മീനും ചിക്കനും മീനും ഒക്കെ കണ്ടാൽ മാത്രമേ അവൻ ഇന്ന് തീരുവോ എന്ന് ചോദിക്കുള്ളൂ. അത് ഈ മീൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും വേണ്ട. മുള്ളില്ലാത്തത് കേരയോ ചൂരയോ ഒക്കെ ആണെങ്കിൽ ഉള്ളി കൂട്ടുന്നതൊക്കെ വലിയ പണിയാ. എന്നാ വഴുതനങ്ങ തോരൻ വെച്ചിട്ട് നല്ല തോരനല്ലായിരുന്നു. വേറെ ആരും കൂട്ടിയില്ല. ഞാൻ ഉച്ചക്ക് കൂട്ടി, കൊച്ചും കൂട്ടി. പിന്നെ ആവശ്യത്തിനുള്ള നമ്മുടെ മീനൊക്കെ നല്ല തണുത്തിരിക്കുക. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കാം. അതാകുമ്പോഴേ നമുക്ക് നല്ലപോലെ വിശ്വസിച്ച് കൂട്ടാം. ഞാനിവിടെ 2 പണി ചെയ്യുക, മനസ്സിലായോ? നാളത്തേന് കറി വെക്കാനുള്ള തേങ്ങ വറുത്തരച്ച് വെക്കാൻ വറക്കുക. പിന്നെ ഇത് ഇച്ചിരി ചതച്ച മുളക് ഉണ്ടാക്കാൻ പോവാ. ചില്ലി ഫ്ലേക്സ് തീർന്നു പോയായിരുന്നേ, അപ്പൊ കുറച്ചൊന്ന് ചതച്ച് വെക്കാം. ഈ പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. എല്ലാരെയും വിളിച്ച് കഴിച്ചേക്കാം. എല്ലാരെയും വിളിച്ചോണ്ട് പോവാ. ഇന്നലത്തെ കലക്കി ഒഴിക്കാനുള്ള ക്ഷീണമൊക്കെ മാറിയോ? കലക്കി ഒഴിക്ക് ക്ഷീണമൊന്നുമില്ല, പക്ഷെ കൈക്ക് നല്ല വേദനയാണ്. ആണോ? അതെന്നറിയോ, ഞങ്ങളായിട്ടാണ് അത്രയും നേരം പണിയിച്ചു പറയുക. പച്ചവെള്ളം തരാത്ത മുതലാളി എല്ലാരും അതെ. പക്ഷെ അത്ര ഉത്സാഹിച്ച് ഒഴിച്ചോണ്ടാ ഇന്നലെ തീർന്നത്. അല്ല ഇന്നൂടെ പോകേണ്ടി എന്നാല്. ചെറിയ മഴയും കിട്ടി, മഴയും ചെറുതായിട്ട് കിട്ടി. എല്ലാം സംഭവം എല്ലാം സെറ്റായിരുന്നു, കുഴപ്പമില്ലായിരുന്നു.
ഈ കയ്യേ അറിയത്തില്ലേ, കൈക്കൊന്നും അത്ര വേദന തോന്നിയില്ല. ഇത് ചെറിയ വേദന ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വന്നപ്പോഴേ കുഴമ്പ് പുരട്ടിയായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ മസിലിന് ഇവിടെ ഇത് ഇങ്ങനെ വെച്ച് ഇതേ ഇങ്ങനെ എങ്ങാനും കൈ തിരിക്കുമ്പോൾ വേദന. പോകേണ്ട ആവശ്യമില്ല, കാണിച്ച് ആ ജിമ്മിൽ പോയി. മസിലാടാ, നല്ല മസിലായി കേട്ടോ. അതെ ഇന്നലെ അതെനിക്കറിയാം എന്നത്തിനാ ഈ പറയുന്നെന്നുള്ളത്. ഇനി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഇനി അടുത്ത വളവഴിക്ക് അല്ലെങ്കിൽ എന്നാ വളവിടിയിലെന്ന് പറയാനേ. അതിനകത്ത് കുറെ കാടുണ്ട്, അത് പറിച്ച് കളയണം കേട്ടോ. അടിവശവും കാടാം, മേളിവശവും മുഴുവൻ കാടാം. എന്നെ ഏതാണ്ടൊരു സ്പെഷ്യൽ മണം വരുന്നത്, ഏതാണ്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. തേങ്ങ വറക്കുന്നതിന്റെ അതൊക്കെ. അതല്ലാതെ കുഞ്ഞി ഇന്ന് സ്കൂളിൽ പോയില്ലല്ലോ, ഇന്ന് പോകാതെ മടിയും പിടിച്ച് വീട്ടിൽ ഇരുന്നല്ലേ. ഉച്ചവരെ സ്കൂളിലൊന്നും പറഞ്ഞ് അവനിന്ന് പോയില്ല. എന്നാ കുഞ്ഞി തേങ്ങ വറക്കുന്നത് എന്നതിനാണ്? ഇത് അമ്മ വറുത്ത് വെച്ചിട്ട് പോയതോ, ഞാൻ ഇതിൻ്റെ അകത്ത് ഓരോരോ ഷേപ്പ് ആക്കി കളിക്കുക. അത് കൊള്ളാലോ. അപ്പുറത്തൊരാളെ തന്നെ അച്ചമ്മച്ചി തന്നെ കാണിക്കുക. അച്ഛമ്മച്ചി വലിയ ചക്കപ്പൊരിപ്പിണ്ടായിരുന്നു, ഞാൻ അനുസരിച്ച് ചൂടാക്കി കഴിക്കാൻ തുടങ്ങി. അത് കൊള്ളാലോ. ആർക്കും വേണ്ടായിരിക്കുമല്ലോ. എന്നതിനാ ഇപ്പൊ ഈ തേങ്ങ വറുത്ത എന്നതിനാ? തേങ്ങ രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാൻ. ഇന്ന് വറുത്ത് വെക്കുവാണ്, രാവിലെ തിരക്ക് വെക്കണ്ടല്ലോ. അത് ശരിയാ, രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. രാവിലെ സ്കൂളിൽ പോകണമെങ്കിൽ പുരട്ടിക്കുള്ള ചക്കക്കുരു അരിഞ്ഞു വെച്ചു, മുട്ടക്കറിക്കുള്ള തേങ്ങ വറുത്ത് വെച്ചു, അരച്ചു വെക്കും. പണിയെല്ലാം നേരത്തെ തീർക്കും. രാവിലെ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കുന്ന കൂട്ടത്തിലേ തേങ്ങ വറുത്തരച്ച മുട്ടക്കറി, അതിനകത്തോട്ട് 2 കിഴങ്ങും കൂടെ എരിഞ്ഞിടും. അപ്പൊ ഉച്ചയ്ക്കുള്ള കിഴങ്ങ് ചാറും ആകും. പുതിയ പരിപാടികളാണല്ലോ. പുതിയ പരിപാടിയൊന്നും അല്ല, നിങ്ങൾ ഇതൊക്കെ ഇപ്പഴും അറിയുന്നതേ ഉള്ളൂ. ഞങ്ങള് വർഷങ്ങളായിട്ട് നിങ്ങളെ പരിശോധിച്ചു. കാര്യങ്ങളാ. അത് കൊള്ളാം കേട്ടോ. എനിക്ക് ചക്ക വേണ്ട. പിന്നെന്താ നിനക്ക് ശരം വേണമായിരിക്കും അല്ലേ? ചക്കപ്പുഴുക്കും ഉണക്കമീൻ വറുത്തതാണ് നല്ലത്. കൊള്ളാലോ. അതിന്റെ ആ സൈഡിൽ ഇരിപ്പുണ്ട്. ഞാനേ നീ പഠിക്കുമല്ലായിരുന്നോ? നീ എന്നെ കാണിക്കാൻ വന്നോ? മീനച്ചാറിന്റെ ടേസ്റ്റ് ഓരോന്നെടുത്ത് വായിലും കൊള്ളാവോ? 2 കഷ്ണം തിന്നു. അന്നേരം ഉപ്പുണ്ടോ? എന്നതായാലും ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിൽ സമാധാനം. ചുമ്മാ പറയുന്നത്, എന്റെ പിന്നെ ഓരോന്നിടത്ത് ഇരുന്നുണ്ടോ? കുറ്റം പറയാതെ അല്ലേ? ഈ മീനച്ചാർ വെച്ച ഒരു 3-4 ദിവസം കഴിയണം, നല്ല ടേസ്റ്റ് വരും. 3-4 ദിവസം കഴിയുമ്പോ ഇത് വയറ്റി കിടക്കും. മീൻ കറിയാണ് ചിലപ്പോ 3-4 ദിവസം അവിടെ ഇരിക്കും. അപ്പൊ നമ്മുടെ മീനച്ചാറേ ബാക്കിയുള്ളത് നമുക്ക് കോരി ടിന്നിലിട്ട് അടച്ചു വെച്ചേക്കാം. എത്ര ദിവസം ഇരിക്കുമെന്ന് കണ്ടറിയണം. ഇന്നൊരു ദിവസം ഇത്രയുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ നല്ല സൂപ്പറായിരുന്നു. അടിപൊളി അച്ചാറ്, വഴുതനങ്ങ തോരൻ, ചക്ക, എല്ലാം നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.